നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ലഗ്നം മുതൽ 12 ഭാവങ്ങളിൽ ബുധൻ നിൽക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ എന്തൊക്കെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ബുധൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ചാതുര്യവും മാധുര്യമുള്ള വാക്ക് പറയുന്നവനും കലാവാസനയുള്ളവനുമാണ്. ഇവർ വളരെ സൂത്രശാലികളും മറ്റുള്ളവരുടെ തട്ടിപ്പിന് ഇരയാകാത്തവരുമായിരിക്കും. മറ്റു ഗ്രഹങ്ങളുടെ അനിഷ്ടഫലം ലഗ്നത്തിലെ ബുധൻ ഇല്ലാതാക്കും. ഇവരുടെ ഹൃദയഗതി പുറത്തറിയാനാവില്ല. ബുധൻ ലഗ്നത്തിൻ്റെ 2-ൽ നിൽക്കുമ്പോൾ വിദ്യയും വിനയവും ധനവും മറ്റു ഗുണങ്ങളും ഉള്ളവനായിരിക്കും. ബുദ്ധിമാനും ആയിരിക്കും. ലഗ്നത്തിൻ്റെ 2-ാം ഭാവം കന്നിരാശിയായി അവിടെ ബുധൻ നിന്നാൽ അവൻ വൻ സ്വത്തിന് ഉടമയായി തീരും. ലഗ്നത്തിൻ്റെ 3-ൽ ബുധൻ നിന്നാൽ തൊഴിൽ രംഗം കച്ചവടമായിരിക്കും. ജീവിതത്തിൽ പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥയുണ്ടാകും. എന്നും പണം പിടുങ്ങുന്നവനും അവസാനം കപടസന്യാസിയുമായി ജീവിതം നയിക്കും. ലഗ്നത്തിൻ്റെ 4-ൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ കീർത്തി, ധനം, വാഹനം എന്നിവ നേടും. ബന്ധുക്കൾ കുറവായിരിക്കും. സർക്കാർ തലത്തിൽ ഉന്നത സ്ഥാനം വഹിക്കും. മാതൃസ്നേഹമുണ്ടെങ്കിലും വേർപെട്ട് കഴിയേണ്ടി വരുന്നതാണ്. 4-ൽ ബുധൻ തനിച്ചു നിന്നാൽ സുഖവും ഭാഗ്യവും ലഭിക്കുന്നു. ലഗ്നത്തിൻ്റെ 5-ൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവർക്ക് പുത്രിമാരായിരിക്കും കൂടുതൽ. 5-ൽ ബുധൻ നിൽക്കുന്നവർ അതീവമായ സൂത്രശാലികളായിരിക്കും. ഇവർ മന്ത്രത്തിലും ആഭിചാരത്തിലും സമർത്ഥരാകും. വിദ്യ, സമ്പത്ത്, സുഖം എന്നിവ നേടും. ലഗ്നത്തിൻ്റെ 6-ൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ മുൻകോപമുള്ളവരും കലഹത്തിലും വ്യാപാരത്തിലും ഇടപെടുന്നവരുമായിരിക്കും. പൂർവ്വസ്വത്തുക്കൾ നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നതിനാൽ കടക്കാരനാകും. ബുധനെ ഒരു ശുഭൻ വീക്ഷിച്ചാൽ ഈ ദോഷം ഒഴിവായി കിട്ടും. ഇവർ വിദ്വാൻമാരായിരിക്കുകയും ഇവർ ബന്ധുക്കൾക്ക് യാതൊരു ഗുണവും ചെയ്യാത്തവരുമാകുന്നു. ലഗ്നത്തിൻ്റെ 7-ൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവരുടെ ഭാര്യമാർ സുന്ദരിമാരും ധനികരുമായിരിക്കും. ഇവർ വിദ്യയും ജ്ഞാനവും നേടും. സ്ത്രീകൾക്ക് പ്രിയങ്കരനുമാകുന്നതാണ്. നല്ല ഭാര്യയും അതുവഴി ധനവും ലഭിക്കും. 7-ൽ ബുധൻ തനിച്ചു നിന്നാൽ മാരകനാണ്. ആ ദശയിൽ ജാതകന് പല വിധേനയുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം. ലഗ്നത്തിൻ്റെ 8-ൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ ദീർഘായുസ്സുള്ളവരും പ്രശസ്തിയുള്ളവരും പ്രതാപമുള്ളവരുമായിരിക്കും. വലിയ മേധാശക്തി ഉള്ളവരുമാണ് ഇക്കൂട്ടർ. സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇവർ സാഹിത്യത്തിലും കലയിലും പ്രശസ്തി നേടുന്നവരും. 8-ൽ ബുധൻ തനിച്ചു നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ലഗ്നത്തിൻ്റെ 9-ൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ ബുദ്ധി, വിദ്യ, ധനം, കീർത്തി എന്നിവ ആർജിക്കുന്നവരാണ്. ഇവർ എല്ലാ കാര്യത്തിലും സമർത്ഥരാകും. ധർമ്മശീലനും തനിക്ക് ഉചിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരുമായിരിക്കും ഇവർ. ലഗ്നത്തിൻ്റെ 10-ൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ കവിത, സാഹിത്യം, ഗണിതം എന്നിവയിൽ ശോഭിക്കും. വ്യവഹാര നടത്തിപ്പിൽ സമർത്ഥരാകും. വക്കീലാകുവാനും സാധ്യതയുണ്ട്. സമ്പത്തും സുഖവും ആർജിക്കുന്നതാണ്. നല്ല കച്ചവടക്കാരനാകുവാനും സാധ്യതയുണ്ട്. 11-ൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ ഉദ്യോഗം കൊണ്ടോ കച്ചവടം കൊണ്ടോ പണം സമ്പാദിക്കുന്നതാണ്. ഇവർ നല്ല ശരീരകാന്തിയുള്ളവരും സുഖവും ധനവും ഉള്ളവരുമായിരിക്കും. ദീർഘായുസ്സും ഉണ്ടാകും. 11-ലെ ബുധൻ ദ്രവ്യലാഭം നൽകുന്നതാണ്. 12-ൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവർക്ക് ബന്ധുക്കളും ധനവും ഉണ്ടാകില്ല. ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും. പക്ഷേ വിദ്വാനാകും. ബഹുമാനിക്കപ്പെടുകയും ചെയ്യും.